നമസ്കാരമുണ്ട്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതമേ. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഒരു ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുന്ന പ്ലാനിലാണ്. കപ്പയും ബീഫും പിന്നെ പഴംപൊരിയും ബീഫും കിട്ടുന്ന ഒരു കടയിലേക്ക് പോവാണ്. നല്ലൊരു വെറൈറ്റി ഹോട്ടലാണെന്നാണ് പറഞ്ഞേക്കുന്നത്. ഹോട്ടലെന്ന് പറയാൻ പറ്റില്ല, ഒരു തട്ടുകട. അപ്പോൾ അവിടെ പോയിട്ട് അതിൻ്റെ ടേസ്റ്റ് കാര്യങ്ങളൊക്കെ നോക്കാം. ഏറ്റവും ബെസ്റ്റായിട്ട് തോന്നുന്ന ഈ വഴിയാണ്. അവിടുത്തെ ആ കട നിൽക്കുന്ന ലൊക്കേഷനൊക്കെ ഏറ്റവും ബെറ്ററായിട്ട് തോന്നുന്നുണ്ട്. ഇന്ന് ഞങ്ങളുടെ കൂടെ ഒരു ഗസ്റ്റ് ഉണ്ട്, ബെന്നിയാണ്. ബെന്നി, വൈഫ് ഷീന. ഹായ്. നമ്മുടെ ഡ്രൈവർ പുറയിലുണ്ടെന്ന്. അപ്പോൾ ഞങ്ങളെല്ലാം കൂടെ ആണ് ട്രൈ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇത് വേങ്ങൽ എന്ന് പറഞ്ഞ ഒരു ഏരിയയാണ്. ഇത് മുണ്ടപ്പള്ളി പോകുന്ന സ്ഥലം. അവിടെ മുന്നിൽ നമുക്കൊരു ജനക്കൂട്ടം കാണാൻ പറ്റുന്നുണ്ട്. അത് നമ്മൾ ആ സ്പോട്ടിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മ പറഞ്ഞ കട. ഈ റോഡ് ഇവിടെ വെച്ച് എൻഡ് ആവുകയാണേ. ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വേറെ വഴിയില്ല. അവിടെ ഒരു 1-2 ചെറിയ കടകൾ മാത്രമേ ഉള്ളൂ. കാഴ്ച കാണാൻ തന്നെയാണ് ഇവിടെ ആൾക്കാർ കൂടുതലായിട്ട് വരുന്നത് കേട്ടോ. ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ അതിമനോഹരമാണ്. പിന്നെ യാത്ര ചെയ്തിട്ട് എങ്ങനെയുണ്ട്? അടിപൊളി സ്ഥലം അല്ലയോ? ഇത് 2 സൈഡും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുക. ഇപ്പോൾ ഇവിടെ കൃഷിയുള്ളതാണ്, നെൽകൃഷിയൊക്കെ ഉള്ളതാണ്. പക്ഷേ മഴ സമയം ആകുമ്പം ഇതേപോലെ തന്നെ വെള്ളം കയറി കിടക്കും. ചേട്ടൻ വലയിടാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ല, വെള്ളം കയറി നിൽക്കുമ്പോഴത്തേന് കിട്ടത്തില്ല. കൃഷിയുടെ വെള്ളം കയറ്റി വിട്ടിട്ടില്ല. ഇതിൽ എന്തെങ്കിലും കൊളുത്തിയോന്നറിയാം. ഒന്നുമില്ല. പ്ലാസ്റ്റിക് തവള ഇട്ടിട്ടാണ് ആ പുള്ളിക്കാരൻ ട്രൈ ചെയ്തത്. ഒരു 6 മണി സമയമായിട്ടുണ്ട് ഇവിടെ വന്നപ്പോൾ. ഞായറാഴ്ചയാണ് ഇവിടെ കൂടുതൽ തിരക്ക് വരുന്നത്. കപ്പയും ബീഫും, ചില സമയത്ത് പാൽക്കപ്പയും ബീഫും ആയിരിക്കും, അല്ലാത്തപ്പോൾ കപ്പയും ബീഫും ആയിരിക്കും. പിന്നെ പഴംപൊരിയും ബീഫും, അതാണ് സ്പെഷ്യലായിട്ടുള്ളത് ഞായറാഴ്ചകളിൽ. ഞായറാഴ്ച മാത്രമേ ഉള്ളൂ ഈ ഒരു ഫുഡ് കിട്ടുന്നത്. അല്ലാത്ത ദിവസമൊക്കെ ചെറിയ ബജ്ജി സാധനങ്ങളൊക്കെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. നല്ല മനോഹരമായ ഒരു പ്ലേസാണ്. ഏകദേശം ഒരു 2 കിലോമീറ്ററോളം നീളത്തിനാണ് വണ്ടി നിരയായിട്ട് കൊണ്ടിട്ടേക്കുന്നത്. ഇവിടെ നോക്കുമ്പോൾ തന്നെ കാണാം. ഏറ്റവും പ്രധാനം ഇവിടുത്തെ ഈ ഒരു കാലാവസ്ഥ. നിങ്ങൾ കഴിച്ചിട്ട് നിൽക്കുവാണോ? ആണോ? എവിടെ വീട്? ഇതൊരു സ്റ്റാർ ഹോട്ടലിന്റെ ലുക്ക് ഉണ്ടല്ലോ. ഓ, ഇത് പഴംപൊരി, ചൂട് പഴംപൊരി. ഇത് കപ്പ, നാടൻ കപ്പ അല്ലേ? ഇത് ബീഫ് കറി. നിങ്ങളുടെ ദേശം അല്ലേ? എന്തുകൊണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നോ? എങ്ങനെയുണ്ട് കഴിച്ചിട്ട്? കപ്പ കഴിച്ചില്ലേ? അതെ, IPC പ്രയർ സെൻ്ററിലെ ആളാണ്, പാസ്റ്ററാണ്. കപ്പ കഴിച്ചില്ലയോ? കഴിച്ചോ? എങ്ങനെയുണ്ട്? ആദ്യമായിട്ട് വരും? കപ്പ കഴിച്ചില്ല? ആ, ഓക്കെ. നാടൻ ബീഫ് കറിയാണ്. ഇത് കാളയാണോ പോത്താണോ? പോത്ത്. നാടൻ
രണ്ടുപേരും കൂടെ കഴിച്ചോണോ ഇതേ? നാടൻ കറിയാണോ ഇല്ലെന്ന് പറഞ്ഞാൽ മതി. അതെ, ബെന്നി ഫുഡിൻ്റെ ഉസ്താദാണ്, ഷെഫാണ്. അതിൻ്റെ ടേസ്റ്റ് ആദ്യം പറയണം, ബെന്നി തന്നെ പറയണം. നല്ല ഉണ്ടോ? ആണോ? എങ്ങനെയുണ്ട്? നാടൻ കറി അല്ലേ? നാടൻ ടേസ്റ്റ് അല്ലേ? ഇവിടെ വന്നു കഴിഞ്ഞാൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ കപ്പയും ബീഫും, അതുപോലെ തന്നെ പഴംപൊരി ബീഫും. എവിടെ വീട് നിങ്ങളുടെ? വേങ്ങല. നാട്ടുകാർ തന്നെ. ഇവിടെ സ്ഥിരം ഉള്ളതാണോ അതോ? ആണോ? അടിപൊളി. ഞങ്ങൾ പത്തനംതിട്ടയാണ്. പഴംപൊരിക്കകത്തോട്ട് ബീഫ് ഇട്ടിട്ട് നല്ലോണം ഇളക്കിയിട്ട് വേണം ഇത് കഴിക്കാൻ. അന്നേരം അതിൻ്റെ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഇങ്ങനെ എടുത്ത് കഴിക്കണം. ഹലോ, സുഖം. എന്താ ട്രൈ ചെയ്യുന്നത്? പഴംപൊരി ബീഫും. എങ്ങനെയുണ്ട്? അടിപൊളിയാ? എങ്ങനെയുണ്ട് ഇവിടുത്തെ അന്തരീക്ഷമൊക്കെ? സ്ഥിരമായിട്ട് വരുന്നതാ? എന്താ പേര്? ജോജി. മോൻ്റെ ജോ. നമ്മളെ ഈ കടയുടെ ഓണർ ഇവർ നാല് പേരുണ്ട്. പാർട്ണർഷിപ്പാണ് ചെയ്യുന്നത്. ഈ ആടെ പേര് ചോദിക്കാം. എന്താ പേര്? എൻ്റെ പേര് ലിജിൻ. ലിജിൻ. നമ്മൾ വേറെ ഒരു 3 പേരോടെ ഉണ്ട്. സുബിനെ, സച്ചിനെ, ജിബി എന്ന് പറയും. ഓക്കെ. അപ്പോൾ ഇവിടെ ഈ ഒരു സ്ഥലത്ത് നിങ്ങളിങ്ങനെ ഷോപ്പ് വയ്ക്കാനെ കൊണ്ട് ഇത്രയും ബുദ്ധിമുട്ടി വന്ന് ചെയ്യുന്നത്? ഇവിടെ എല്ലാവരും വൈകുന്നേരം ആകുമ്പോൾ എല്ലാവരും വൈകുന്നേരം ഇരിക്കാനൊരു നോർമലായിട്ട് വരുന്ന എല്ലാവരും. അപ്പോൾ എല്ലാവർക്കും ഒരു ആഗ്രഹമുണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ചായ കുടിച്ചാൽ കൊള്ളാമെന്ന് എല്ലാവർക്കും ഒരു ആഗ്രഹമുള്ളത്, ഞങ്ങൾ ഉൾപ്പെടെ. അപ്പോൾ അതുകൊണ്ട് സ്പെഷ്യൽ എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത്? നമ്മൾ സൺഡേ സ്പെഷ്യലായിട്ട് ചെയ്യുന്നത് പഴംപൊരിയും ബീഫും കപ്പയും ബീഫ് ചെയ്യുന്നു. അല്ലാത്ത ദിവസങ്ങളിലൊക്കെ? അല്ലാത്ത ദിവസങ്ങളിൽ റെഗുലറായിട്ട് ചായയും കടിയും കാര്യങ്ങളായിട്ടൊക്കെ. ചായയും കടി മാത്രമേ ഉള്ളൂ. സൺഡേ മാത്രമേ ഉള്ളൂ. വീടുകളൊന്നുമില്ല? ഈ ഇങ്ങോട്ട് വീടും കാര്യങ്ങളും ഇല്ല, അറ്റത്താട്ടേ ഉള്ളൂ. ഇത് കറക്റ്റ് നിൽക്കുന്ന ലൊക്കേഷൻ? ഇത് നമ്മൾ കറക്റ്റ് വേങ്ങൽ എന്ന് പറയും. വേങ്ങല. ഇത് ചെമ്പ്ര റോഡ് എന്ന് പറയും. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മൾ ചങ്ങനാശ്ശേരി തിരുവല്ല റോഡിൽ, ചങ്ങനാശ്ശേരി എന്ന് വരുമ്പം ഇടിഞ്ഞില്ലം എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് റൈറ്റ് എടുക്കുക. അത് വരുന്ന വേങ്ങൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് വരുന്നത്. ആ വരുന്ന വഴിയിലാണ് ഈ ഒരു തട്ടുകടയുള്ളത്. നല്ലൊരു ഫുഡ് കഴിച്ചു. നമ്മുടെ നല്ലൊരു വീട്ടിൽ കിട്ടുന്ന അതേപോലത്തെ ടേസ്റ്റിലുള്ളൊരു ബീഫ് കറിയൊക്കെ ആയിരുന്നു കേട്ടോ. നല്ല സൂപ്പറായിട്ടുണ്ടായിരുന്നു. എന്തായാലും നിങ്ങൾ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞായറാഴ്ചത്തെ ഫുഡ് തന്നെ കഴിക്കാൻ വേണ്ടി വരിക. കപ്പയും ബീഫും അതുപോലെ തന്നെ പഴംപൊരി ബീഫും മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ടതാണ് ഈ രണ്ട് ഐറ്റവും. പിന്നെ ഇവിടുത്തെ ഒരു കാലാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രസമാണ്. ഇവിടുത്തെ വഴിയാണെങ്കിലും ചെറിയൊരു മഴയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്ററാണ്. നിങ്ങൾ ട്രൈ ചെയ്യുക. ഞങ്ങളിനി ഇവിടുന്ന് മടങ്ങി പോവുകയാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്.